വിദ്യാലയത്തിലും 2-ാം തീയതി പ്രവേശനോത്സവം നടന്നു. നമ്മുടെ ഒരു സ്ഥലപരിമിതി ഉള്ളത് കാരണം ഒരുമിച്ച് നടത്താനുള്ള ഒരു പ്രയാസമുണ്ട്. അതുകൊണ്ട് പ്രീ പ്രൈമറി ക്ലാസ്സുകൾ 2 ദിവസം കൂടി നീട്ടിവെച്ച് ഇന്നാണ്. അതിയായ സന്തോഷവും ആഹ്ലാദവും ഉണ്ട്. ഇതിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നത് രക്ഷിതാക്കളായ നിങ്ങളെയാണ്. നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കാൻ വേണ്ടി നമ്മുടെ വട്ടംകുളം CPN UP സ്കൂളിനെ തിരഞ്ഞെടുത്തതിന് നിങ്ങളെ എല്ലാവരെയും ആദ്യമായി അഭിനന്ദിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാലയമാണ് നമ്മുടേത്. വിദ്യാഭ്യാസത്തിലെ 12,800 ചില്ലാനം വിദ്യാലയങ്ങളിലായി 48 ലക്ഷത്തോളം കുട്ടികൾ പൊതുവിദ്യാഭ്യാസ മേഖലയിലാണ് പഠിക്കുന്നത്. അതിനു പുറമെ കുറച്ച് കുട്ടികൾ അൺഎയ്ഡഡ് പ്രൈവറ്റ് വിദ്യാലയങ്ങളിലും പഠിക്കുന്നുണ്ട്. അപ്പം ഇത്രമാത്രം ജനങ്ങൾ ഈ പൊതുവിദ്യാലയങ്ങളെ വിശ്വാസത്തിലെടുത്ത് കുട്ടികളെ ചേർക്കാൻ തയ്യാറായി എന്നുള്ളത് എന്തൊക്കെ പ്രയാസങ്ങളും സൗകര്യക്കുറവുകളും ദൗർബല്യങ്ങളും ഉണ്ടെങ്കിലും അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ ഒരു മേന്മ കൊണ്ട് തന്നെയാണ്. പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ചു വളരുന്ന കുട്ടികൾ വിദ്യാഭ്യാസവും ഡിഗ്രി സർട്ടിഫിക്കറ്റും മാത്രമല്ല, നല്ല സാമൂഹ്യ ജീവിതം നയിക്കാൻ പ്രാപ്തരാകും എന്നുള്ളത് നമ്മൾ പ്രധാനമായും ഓർക്കേണ്ട ഒരു സംഗതിയാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ ധാരാളം വിദ്യാലയങ്ങൾ ജാതി അടിസ്ഥാനത്തിലും മതവിഭാഗങ്ങളുടെ അടിസ്ഥാനത്തിലും സംഘടനകളുടെ അടിസ്ഥാനത്തിലും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ പൊതുവിദ്യാഭ്യാസത്തെ വേറിട്ട് നിർത്തുന്നത് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാ കുട്ടികളും പരസ്പരം കളിച്ചും ചിരിച്ചും സൗഹൃദം കൈമാറിയും ഒരുമിച്ച് പഠിക്കുന്നു എന്നുള്ളതാണ്. നാളെ ഇവർ വിദ്യാലയത്തിൽ നിന്ന് പുറത്തിറങ്ങിയാലും ജീവിക്കേണ്ടത് ഈ സമൂഹത്തിലാണ്. അപ്പം അവിടെ എല്ലാ വിഭാഗം ജനങ്ങളുമായി സൗഹൃദത്തോടെ ജീവിച്ചാൽ മാത്രമേ ഒരു നല്ല ജീവിതം സാധ്യമാവുള്ളൂ. അപ്പം അതിനുള്ള പാഠങ്ങൾ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. അത് തന്നെയാണ് പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ മേന്മയായിട്ട് നാം കാണേണ്ടത്. നമ്മുടെ വിദ്യാലയത്തെ സംബന്ധിച്ച് ഞങ്ങളിൽ അർപ്പിച്ച ഒരു വിശ്വാസമുണ്ടല്ലോ, അത് പരമാവധി നിറവേറ്റാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യും. നമ്മെ സംബന്ധിച്ച് ഭൗതിക സാഹചര്യങ്ങളുടെ ഒരു പരിമിതിയുണ്ട്. കെട്ടിടങ്ങളൊക്കെ വളരെ കാലപ്പഴക്കം ചെന്നതും ഇതൊക്കെ. പക്ഷെ അതിനൊക്കെ ഒരു പരിഹാരമായുണ്ട്. അതെനിക്ക് ശേഷം സംസാരിക്കുന്നവരോട് പറയും. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. എന്തായാലും ഇന്ന് ഈ പ്രീ പ്രൈമറി പ്രവേശനോത്സവം ഇത്രമേൽ ഭംഗിയാക്കാൻ ഒരുപാട് ആളുകളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായും പൊതുവിദ്യാഭ്യാസ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, വട്ടംകുളം ഗ്രാമപഞ്ചായത്ത്, വിവിധ ക്ലബ്ബുകളും സന്നദ്ധ സംഘടനകളും, അധ്യാപകര്, രക്ഷിതാക്കള്, PTA, ഇങ്ങനെ ഒരുപാട് ആളുകളുടെ ഒരുപാട് ദിവസത്തെ ശ്രമഫലമായിട്ടാണ് നമ്മളിതിവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ കുട്ടികൾക്ക് നല്ല രീതിയിലൊരു തുടക്കം കുറിക്കാനും ഈ വിദ്യാഭ്യാസ വർഷം നന്നായി നല്ല റിസൾട്ട് ഉണ്ടാക്കാനും അതിൻ്റെ ആരംഭം കുറിക്കുകയാണ്. അതിന് പ്രധാനമായിട്ടും എല്ലാ ഘടകങ്ങളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം. ഒന്ന്, കുട്ടികൾ നല്ല വിദ്യാഭ്യാസത്തിൻ്റെ റിസൾട്ട് ഉണ്ടാകണമെങ്കിൽ പ്രധാനമായി വേണ്ടത് കുട്ടികൾ നന്നായി പഠിക്കുക, അതിനവരെ പ്രചോദിപ്പിക്കുക, താല്പര്യപ്പെടുത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് അധ്യാപകരാണ്. കുട്ടികളെ മികവിലേക്ക് നയിക്കാൻ ഏതെല്ലാം വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്യണോ അതെല്ലാം അധ്യാപകർ നിറവേറ്റാം. മൂന്നാമത്തെ രക്ഷിതാവാണ്. കുട്ടിക്ക് പഠിക്കാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും സാധനങ്ങൾ വാങ്ങിക്കൊടുക്കലല്ല, പഠന പിന്തുണയും സഹായവും കൊടുക്കുക എന്നുള്ള രക്ഷിതാവിൻ്റെ കടമയാണ്. നാലാമത്തെ PTA, വിദ്യാലയത്തിൻ്റെ സുഗമമായ നടത്തിപ്പിന് എല്ലാ പിന്തുണയും സഹായവും യഥാസമയം നൽകാനുള്ള PTA യുടെ കാരണം. അഞ്ചാമത്തെ, ഇതൊരു എയ്ഡഡ് സ്കൂളാണ്, മാനേജ്മെൻറ്റ് സ്കൂളാണ്.
ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കേണ്ടത് മാനേജ്മെൻറ്റാണ്. അവരാ കടമ നിർവഹിക്കും. ഇങ്ങനെ എല്ലാ ഘടകങ്ങളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് നമ്മുടെ കുട്ടികളുടെ ഭാവി നല്ല സുരക്ഷിതമാക്കാം, നല്ല റിസൾട്ട് ഉണ്ടാക്കാം. അതിനെല്ലാവരെയും സഹകരണം ഈ തുടക്ക ദിവസം തന്നെ അഭ്യർത്ഥിക്കുകയാണ്. നമുക്കിന്ന് എത്തിച്ചേർന്ന അതിഥികളെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ വിദ്യാലയത്തിൻ്റെ പ്രധാനാധ്യാപിക ബഹുമാനപ്പെട്ട സുജാ ബേബി ടീച്ചറെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തും. ഒത്തിരി പ്രതീക്ഷകളും അതിലേറെ ആശങ്കകളൊക്കെ ആയിട്ടാണ് നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. മാനേജ്മെൻറ്റ് പ്രശ്നമൊക്കെ തീർന്നുവെന്ന് മാഷ് സൂചിപ്പിച്ചു. രക്ഷിതാക്കളെ സഹകരണം കൊണ്ട് മാത്രമാണ് ഇത്രയും കുട്ടികളെ ഈ പ്രീ പ്രൈമറി ക്ലാസ്സുകളിൽ ചേർക്കാൻ ഇടവന്നത്. ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാ രക്ഷിതാക്കളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഒരു നിറഞ്ഞ കയ്യടി നല്ലതാണ്. അപ്പോൾ ഈ പ്രതീക്ഷകളൊക്കെ ആശങ്കകളെ അകറ്റി നിർത്തിയിട്ട് നമുക്ക് പ്രതീക്ഷകളെ ചേർത്ത് പിടിച്ച ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാണ്. കൂടുതലായിട്ടും പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ MA നവാബാണ്. എല്ലാ കാര്യങ്ങളിലും ഓടി നടന്ന് എവിടേക്കാണ് കുറവെങ്കിൽ അതൊക്കെ പരിഹരിച്ച് നമ്മോടുകൂടെ ഒത്തൊരുമിച്ച് പോകുന്ന നല്ലൊരു PTA പ്രസിഡന്റിനെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ PTA പ്രസിഡന്റിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ M മുസ്തഫയാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഏറ്റവും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ മുഖ്യാതിഥി നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ ശ്രീ MA നജീബ് അവറുകളാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ബഹുമാനപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. അറേഞ്ച് ചെയ്തത് ചലഞ്ചേഴ്സ് യുണൈറ്റ് ആർട്സ് സ്പോർട്സ് വെൽഫെയർ ക്ലബ്ബാണ്. അതിൽ ശ്രീ അഷ്കർ സാറിനെ ഞാൻ ക്ലബ്ബ് ഭാരവാഹിയാണ്. അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മധുര പലഹാര വിതരണം നടത്തുന്നത് നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ എപ്പോഴും ഏത് കാര്യത്തിലും മുൻപന്തിയിൽ വരുന്ന നമ്മുടെ PTA അംഗവും PTA വൈസ് പ്രസിഡന്റുമായ ശ്രീ VP അനീഷിനെ ഞാൻ ഏറ്റവും സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലഡു നമുക്ക് വിതരണം ചെയ്യുന്നത് എടപ്പാൾ ഹോസ്പിറ്റലിൻ്റെ വകയാണ്. എല്ലാ വർഷവും അതോടെ എത്തിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ പ്രിയപ്പെട്ട അങ്ങനെ തന്നെ പറയണം നമ്മുടെ ഏട്ടൻ സുഖപരമാണ്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇന്ന് ഇവിടെ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞതിൽ 1ാം ക്ലാസ്സിൻ്റെ പ്രവേശനോത്സവത്തിൽ മൗനപ്രാർത്ഥനയൊക്കെ നടത്തിയിരുന്നു. അദ്ദേഹത്തെ ഈ നിമിഷം നമുക്കൊരു നിമിഷം ഓർക്കാം. ഇന്നിവിടെ ആശംസകൾ അർപ്പിക്കാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ VP അനീഷാണ്. അനീഷിനെ ഹാർദവമായി ഈ വേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് മെമ്പറായ ശ്രീമതി ഷെരീഫ മാഡത്തെ ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ PTAയിലെ അംഗമായ സുനിൽ സാറിനെയും ശ്രീ സുനിൽ സാറിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മജീദ് അവരെ ഏറ്റവും ബഹുമാനത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറി
സജിമാഷ്, ഈ സജിമാഷിനെ ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, നാട്ടുകാർ, രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട പൊന്നോമന കുഞ്ഞുമക്കൾ, അതുപോലെ തന്നെ നമ്മുടെ MTA പ്രസിഡന്റ് അജിത സജിയെയും സ്വാഗതം ചെയ്യുന്നു. ആരെങ്കിലും സ്വാഗതം ചെയ്യാൻ വിട്ടുപോയിട്ട് ക്ഷമിക്കണം. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നല്ലൊരു അധ്യയന വർഷം, അക്കാദമിക് വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷത്തോടു കൂടി ഞാൻ നേരുന്നു. മുൻ പ്രസിഡന്റുമാരായ എം മുസ്തഫ, കഴുകിൽ മജീദ്, ബ്ലോക്ക് മെമ്പർ ഷരീഫ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, രക്ഷിതാക്കൾ, കുട്ടികളെ, ഉദ്ഘാടകനും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനൊക്കെ പെട്ടെന്ന് പോകണം എന്നുള്ളത് കൊണ്ട് സംസാരിക്കുന്നില്ല. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും PTA എക്സിക്യൂട്ടീവ് മെമ്പറുമായിട്ടുള്ള ശ്രീ എം മുസ്തഫയെ ക്ഷണിക്കും. സദസ്സിലുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട അധ്യക്ഷൻ PTA പ്രസിഡന്റ് ശ്രീ MA നവാബ്, നമ്മുടെ മുഖ്യ അതിഥിയായിട്ടുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ MA നജീബ്, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മജീദ്, പ്രധാന അധ്യാപിക ശ്രീ ചാർബി ടീച്ചർ, വൈസ് പ്രസിഡന്റ് ശ്രീ BP അനീഷ്, മറ്റ് വേദിയിലും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ CV ഷരീഫ, മറ്റ് വേദിയിലുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുട്ടികളെ, കഴിഞ്ഞ 2-ാം തീയതിയാണ് കേരളത്തിൽ എല്ലാ സ്കൂളുകളിലും പുതിയ അധ്യയന വർഷം ആരംഭിച്ചത്. നമ്മുടെ സ്കൂളിൽ വളരെ സമുചിതമായി തന്നെ പ്രവേശനോത്സവം 1-ാം ക്ലാസ്സിൽ നമ്മൾ നടത്തുകയുണ്ടായി. ഒന്നിച്ച് നടത്താനുള്ള അസൗകര്യം മൂലമാണ് 1-ാം ക്ലാസ്സിലെ പ്രവേശനോത്സവം 2-ാം തീയതിയും പ്രീ പ്രൈമറി ക്ലാസ്സുകളിലെ കുട്ടികളുടെ പ്രവേശനോത്സവം 4-ാം തീയതിയിലേക്ക് മാറ്റിയത്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. കുട്ടികൾ അക്ഷമരാണ്, ഒരുപാട് സമയം വൈകിയിട്ടുണ്ട്. പഴയ കുട്ടികളല്ല പുതിയ കുട്ടികൾ എന്നുള്ള ഒരു ആശ്വാസമുണ്ട്. പണ്ട് പ്രീ പ്രൈമറി അല്ലെങ്കിൽ 1-ാം ക്ലാസ്സിലൊക്കെ കുട്ടികൾ കരഞ്ഞ് ആകെ ബഹളുണ്ടാക്കും. ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെ ഒരു അവസ്ഥയില്ല. കുട്ടികൾക്ക് ക്ലാസ്സിൽ വരാനും അംഗനവാടിയിൽ പോകാറുണ്ട്, പ്രീ പ്രൈമറി ക്ലാസ്സുകളിൽ പോകാറുണ്ട്. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ വലിയൊരു പ്രയാസം കുട്ടികൾക്ക് സ്കൂളിലേക്ക് വരാൻ ഉണ്ടാകാറില്ല. അപ്പം അതുകൊണ്ട് അത്തരമൊരു പ്രയാസമില്ല. എങ്കിലും ഈ ചടങ്ങ് വേഗം തീർക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ സർക്കാർ വളരെ ശക്തമായ ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ 100% കുട്ടികളും വിദ്യാഭ്യാസം നേടുന്നു എന്നത് ഒരു വലിയ കാര്യമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ എല്ലാ കുട്ടികളും വിദ്യാഭ്യാസം നേടുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല. ഇവിടേക്കൊന്നും പോണ്ട. തൊട്ടടുത്ത തമിഴ്നാട്ടിൽ ഉള്ള കുട്ടികളെ എടുത്താൽ തന്നെ മഹാഭൂരിപക്ഷവും കുട്ടികളും ഒരുപക്ഷെ സ്കൂളിലേക്ക് എത്തുന്നില്ല. ചിലപ്പോൾ വല്ല ചായക്കടകളിലോ അല്ലെങ്കിൽ വല്ല വർക്ക്ഷോപ്പിലോ ഒക്കെ സഹായിക്കാൻ കുട്ടികൾ, പഠിക്കാൻ പോകേണ്ട കുട്ടികൾ അവിടെയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ കേരളത്തിൽ നമ്മുടെയൊക്കെ ഒരു മാനസികാവസ്ഥ, ഒരു സാമൂഹ്യ ഒരു ധാരണ, കുട്ടികൾ നിർബന്ധമായും സ്കൂളിൽ പോകേണ്ടവരാണ്. നമ്മുടെ ഒക്കെ രക്ഷിതാക്കളുടെ ഒരു കാലത്ത് ഒരു 7-ാം ക്ലാസ് വരെ മതിയായിരുന്നു കുട്ടികൾക്ക് വിദ്യാഭ്യാസം. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് കുറച്ചുകൂടി ഉയർന്നു. മിനിമം ഒരു 10-ാം ക്ലാസ്സെങ്കിലും വേണം എന്നതായി. ഇപ്പോൾ +2 കഴിയാത്ത കുട്ടികളില്ല. പുതിയ തലമുറയിൽ മിനിമം +2 എങ്കിലും പഠിക്കണം എന്ന ബോധത്തിലേക്ക് നമ്മളെത്തി. അതിൻ്റെ മേലെ ഡിഗ്രിയും പ്രൊഫഷണൽ കോഴ്സും അതുപോലെയുള്ള സാങ്കേതിക വിദ്യാഭ്യാസവും ഒക്കെ നേടുന്ന കുട്ടികളുടെ കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അത് മാത്രമല്ല, 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി
1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസത്തിന് രക്ഷിതാക്കൾക്ക് ചെലവില്ല. നിങ്ങൾ എയ്ഡഡ് ഗവൺമെന്റ് സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളെ ചേർത്താൽ 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് ജയിക്കുന്നത് വരെ എന്തില്ല, ചെലവില്ല. ഫീസ് വേണ്ട, യൂണിഫോം ചെലവില്ല, അതുപോലെ ഉച്ചഭക്ഷണം, പുസ്തകം എല്ലാം സർക്കാർ എല്ലാം ചെയ്യാം. അപ്പോൾ +2 വരെയുള്ള വിദ്യാഭ്യാസത്തിന് ഒരു ചെലവുമില്ലാതെ പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാൻ ആവശ്യമായ ഒരു സംവിധാനം കേരളത്തിനകത്ത് ഉണ്ട് എന്നുള്ളത് കൊണ്ട് വിദ്യാഭ്യാസത്തിന് വലിയ പ്രതിസന്ധി നമ്മുടെ നാട്ടിൽ നേരിടുന്നില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുട്ടികളെ നന്നായി ഉയർന്ന വിദ്യാഭ്യാസം കൊടുക്കേണ്ടതുണ്ട്. അതിന് നേരത്തെ സജിമാഷ് പറഞ്ഞു, കുട്ടികൾ, രക്ഷിതാക്കൾ, PTA, അതുപോലെ തന്നെ മാനേജ്മെന്റ്, അധ്യാപകർ ഇവരെല്ലാവരും ചേർന്നാലേ നമ്മുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി കഴിയും. പുതിയ കാലത്ത്, മത്സരങ്ങളുടെ ഒരു കാലത്ത് ഏറ്റവും മികച്ചവരിൽ മികച്ചതിനാണ് അതിജീവിക്കാൻ വേണ്ടി കഴിയും. അപ്പൊ ആ രീതിയിലേക്ക് നമുക്ക് മാറേണ്ടതുണ്ട്. നമ്മുടെ സ്കൂളിൽ, അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, വലിയ പ്രയാസമായിരുന്നു. പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും വട്ടംകുളത്തുകാര് CPN-UP സ്കൂളിനെ നെഞ്ചോട് ചേർത്തിട്ടാണ് നിർത്തിയത്. അതുകൊണ്ട് മാനേജ്മെന്റിന്റെ പ്രതിസന്ധി ഉണ്ടായിരുന്നു, സ്കൂളിന്റെ ഭൗതിക സാഹചര്യത്തിന്റെ കുറവുണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടായപ്പോഴും നമ്മൾ ഈ സ്കൂളിനെ കൈവിട്ടിട്ടില്ല ആരും. അപ്പോ അങ്ങനെ ഈ സ്കൂളിനെ സംരക്ഷിച്ച് സ്കൂളിന്റെ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി രക്ഷിതാക്കളും അധ്യാപകരും എല്ലാവരും ചേർന്ന് പ്രവർത്തിച്ചു. ഇപ്പൊ നമുക്ക് എന്തുണ്ട്, ഒരു മാനേജ്മെന്റ് കൃത്യമായി വന്നിട്ടുണ്ട്. നിങ്ങൾ വരുമ്പോൾ കണ്ടിട്ടുണ്ടാവും സ്കൂളിന് മുമ്പിൽ ഒരു ഫ്ലക്സ് ബോർഡ്. പുതിയ നമ്മുടെ സ്കൂളിന്റെ ബിൽഡിങ്ങിന്റെ പ്ലാന് ആണത്. വളരെ മനോഹരമായ രീതിയിൽ അടുത്ത ഒരു അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് 1 വർഷത്തിനകം പൂർത്തീകരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ സ്കൂളിന്റെ നിലവിലുള്ള ഗ്രൗണ്ടിൽ പുതിയ കെട്ടിടം, മനോഹരമായ ആധുനിക സംവിധാനങ്ങളോട് കൂടിയിട്ടുള്ള കെട്ടിടം ഉണ്ടാക്കണമെന്നാണ് മാനേജ്മെന്റ് ആഗ്രഹിക്കുന്നത്. അതുകൂടി വരുമ്പോൾ നമ്മളൊരു ഹൈടെക് സ്കൂളിലേക്ക് കുട്ടകുളത്ത് നമ്മുടെ പിഞ്ചു കുട്ടികൾക്ക് പഠിച്ചു വളരാൻ, നമ്മളെല്ലാവരും പഠിച്ച ഈ സ്കൂളിൽ നമ്മുടെ കുട്ടികൾക്കും നന്നായി പഠിച്ചു വളരാൻ കഴിയുന്ന ഒരു ഹൈടെക് സ്കൂള് സംവിധാനിക്കപ്പെടും. അതോടുകൂടി നമുക്ക് നമ്മുടെ എല്ലാ കാലത്തെയും ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകും. അതിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു നീങ്ങാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. അടുത്തതായി മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ M. A. നജീബിനെ ക്ഷണിക്കും. ബഹുമാന്യ അധ്യക്ഷൻ PTA പ്രസിഡന്റ് എന്ന അവാർഡ് ഉദ്ഘാടനം ചെയ്ത മുൻ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ മുസ്തഫ, വേദിയിലുള്ള PTA കമ്മിറ്റി അംഗങ്ങൾ, പ്രിയപ്പെട്ട HM, അധ്യാപകരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, നേരത്തെ വളരെ കൃത്യമായി തന്നെ മുസ്തഫ സൂചിപ്പിച്ചു, വലിയ രീതിയിലുള്ള പ്രതിസന്ധികളുടെ ഇടയിലൂടെയാണ് നമ്മൾ കടന്നുപോയിരുന്നത്. അപ്പോഴെല്ലാവരും നമ്മളെ സംബന്ധിച്ചിടത്തോളം CPN-UP സ്കൂളിലെ വട്ടംകുളത്തുകാർ, പരിസര പ്രദേശത്തുള്ളവരൊക്കെ വളരെ നെഞ്ചോട് ചേർത്തുകൊണ്ട് കൈവിടാതെ പിടിച്ചതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ഏകദേശം 160ഓളം കുട്ടികളാണ് പ്രീ പ്രൈമറിക്കുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചു, വലിയ ഒരു ഹൈടെക് സ്കൂളിലേക്ക് നമ്മൾ മാറാൻ പോവുകയാണ്. ഇവിടെ കുറേ കാലങ്ങളായി 10 വർഷത്തോളമായി നമ്മുടെ മാനേജ്മെന്റുകളുമായിട്ടുള്ള തർക്കങ്ങൾ കാരണം എവിടെ എത്തി നിൽക്കുന്നുള്ള വലിയ ചോദ്യചിഹ്നത്തിന് മുന്നിലായിരുന്നു നമ്മളെല്ലാവരും. അതൊക്കെ മാറി വളരെ കൃത്യമായി തന്നെ മാനേജ്മെന്റുകളൊക്കെ നമ്മളുടെ സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളും ഇടപെട്ടുകൊണ്ട് വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് പോകാൻ അവർ തീരുമാനിച്ചതിൻ്റെ ഭാഗമായി നമുക്ക് ഏറ്റവും വലിയ തലവേദനയായിരുന്ന ഓരോ വർഷം നമ്മൾ നടത്തി വരാറുള്ള ഡെയിലി വേജിൻ്റെ പോസ്റ്റിങ്ങൊക്കെ മാറി വളരെ കൃത്യമായി അധ്യാപകരെയൊക്കെ നിയമിച്ചുകൊണ്ട് സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ചെയ്യാമെന്ന് ഉറപ്പിൻ്റെ പേരിൽ അവർ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ നടന്നിട്ടുള്ള നമ്മുടെ പരിപാടികൾ അവർ പ്രഖ്യാപിക്കുകയുണ്ടായി. എന്തായാലും വളരെ സന്തോഷം. അതോടൊപ്പം തന്നെ എടുത്തു പറയത്തക്ക ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ
തൊട്ടടുത്ത ക്ലബ്ബായിട്ടുള്ള ചലഞ്ചേഴ്സ് യുണൈറ്റഡ് ക്ലബ്ബ് അവര് നമ്മുടെ ഇവിടെയുള്ള എല്ലാ കുട്ടികൾക്കും ഒരു സമ്മാനപ്പൊതി വിതരണം ചെയ്യുന്നുണ്ട്. ഇന്നലകളിൽ നമ്മുടെ അംഗൻവാടിയിലും ഇനിയാത് GJP സ്കൂളിലുമൊക്കെ അവർ അത്തരത്തിലുള്ള സമ്മാനപ്പൊതികൾ വിതരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ കുട്ടികളെയൊക്കെ ചേർത്ത് പിടിക്കുന്ന രീതിയിൽ സാമൂഹ്യപരമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടി ഉയർന്നു പ്രവർത്തിക്കുന്ന ആ സാംസ്കാരിക സംഘടനയെ അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജനപ്രതിനിധികളെ, അധ്യാപക സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, കൂടുതൽ സംസാരിക്കുന്നില്ല. നമുക്കറിയാം, ചെറിയ ഒരു ഹാളിനകത്താണ് നമ്മൾ ഈ യോഗം ചേരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കും. നേരത്തെ ഇതിലൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ കുട്ടികളൊക്കെ ഇവിടെ പഠിക്കുന്നത്. ഭൗതിക സാഹചര്യങ്ങൾ വളരെ കുറവുള്ള ഒരു സമയത്ത് ഇപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ തർക്കം ഒരു 5-8 വർഷമായി മാനേജറില്ലാത്ത ഒരു വിഷയം ഉണ്ടായിരുന്നു. നമ്മളെല്ലാ യോഗങ്ങളിലും പറയുന്നതാണ്. അതെല്ലാം മാറി പുതിയ കെട്ടിടം നമുക്ക് ഈ ഗ്രൗണ്ടിൽ വരാൻ പോവുക. അതിൻ്റെ ചിത്രം നിങ്ങൾ പുറത്ത് നിങ്ങൾ കയറി വരുമ്പോൾ അവിടെ ഒരു ഫ്ലെക്സ് ബോർഡ് കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ മാതൃക കാണിച്ചിട്ടുണ്ട്. ഏതാണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അധികം വൈകാതെ തന്നെ പുതിയ കെട്ടിടം നമുക്ക് ഇവിടെ യാഥാർത്ഥ്യമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പം അതുകൊണ്ട് ആ ഒരു വിഷയം അതോടുകൂടി പൂർത്തിയാവും. മറ്റൊന്ന് സൂചിപ്പിക്കാനുള്ളത്, 2007 വർഷം മുമ്പാണ് 10 കുട്ടികളെ മാത്രം വെച്ചുകൊണ്ട് ഷീജയുടെ നേതൃത്വത്തിൽ ഇവിടെ പ്രീ പ്രൈമറി ക്ലാസ് തുടങ്ങുന്നത്. ഇപ്പോൾ ഏതാണ്ട് 150ഓളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത്, അന്ന് 17 വർഷം മുമ്പ് 500 രൂപ മാസ ശമ്പളത്തിലാണ് ഷീജ ഇവിടെ വർക്ക് ചെയ്തിരുന്നത്. ഇത് ഗവൺമെൻറ് ശമ്പളം കൊടുക്കുന്ന സ്ഥിതിയല്ല. PTA ആണ് പ്രീ പ്രൈമറി ക്ലാസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്ന് കിട്ടുന്ന പൈസയാണ് 7ഓളം വരുന്ന ആയക്കും അതുപോലെ തന്നെ ടീച്ചേഴ്സിനും ശമ്പളമായി നൽകുന്നത്. വളരെ ചെറിയ ശമ്പളമാണ് അവർക്ക് നൽകുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപാട് ചെലവുള്ള സ്ഥിതിയാണ്. നമുക്കറിയാം, എല്ലാ കാര്യത്തിനും നല്ല ചെലവാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കൊടുക്കുന്ന ആ ചെറിയ ശമ്പളത്തിൽ നിന്ന് ചെറിയ ഒരു മാറ്റം വരുത്തണമെന്ന് PTA ആലോചിക്കുന്നു. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ കൂടി ഒരു സഹായം അതിനുണ്ടാവണം. നിലവിൽ നൽകുന്ന ഫീസിൻ്റെ പുറമെ ചെറിയ ഒരു വർധനവ് വരുത്തണമെന്ന് ആലോചിക്കുന്നുണ്ട്. അതങ്ങനെ വരുത്തുന്ന സമയത്ത് ഒരു 100-500 രൂപ ഒരു വർഷത്തിൽ നിങ്ങളത് നൽകി സഹായിക്കണമെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. 5000-ഓളം രൂപ ഇവർക്ക് നിങ്ങൾ കൊടുക്കുന്നത് ഫീസിനത്തിലല്ല. എല്ലാ സ്കൂളുകളിലും പുസ്തകത്തിന് സെപ്പറേറ്റ് പൈസ വാങ്ങിക്കുന്നുണ്ട്. ഇവിടെ ഈ 5000 രൂപയിൽ പുസ്തകം ഉൾപ്പെടുന്നുണ്ട്. വാർഷിക നമ്മുടെ ആനുവലിലെ അതിൻ്റെ ചെലവ് ഉൾപ്പെടുന്നുണ്ട്. ഗ്രൂപ്പ് ഫോട്ടോ, കുട്ടികളുടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അതെല്ലാ കുട്ടികൾക്കും നൽകുന്നുണ്ട്. ആ ചെലവ് ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെ എല്ലാ ചെലവുകളും, സ്റ്റാമ്പുകൾ, മറ്റു കാര്യങ്ങളൊക്കെ എല്ലാം ഉൾപ്പെട്ടുകൊണ്ടാണ് ഇപ്പം 5000 രൂപ വാങ്ങുന്നത്. ഇതൊക്കെ കഴിച്ച് ഏതാണ്ട് 3000 രൂപയാണ് ഫീസിനത്തിൽ ഇവർക്ക് കിട്ടുന്നത്. ആ 3000 രൂപ വെച്ച് ഇത്രയും അധ്യാപകർക്കുള്ള ശമ്പളം കൊടുക്കാൻ വേണ്ടി തികയുന്നില്ല. അപ്പം അതുകൊണ്ട് PTA തീരുമാനിച്ചിട്ടില്ല. എന്തായാലും ചെറിയ ഒരു വർധനവ് വരുമ്പോൾ നിങ്ങൾ സഹായിക്കണം എന്നുള്ളതാണ് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 18 വർഷമായി നല്ല രീതിയിൽ ഈ അടുത്ത പ്രദേശത്ത് വെച്ച് ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രീ പ്രൈമറിയുടെ പഠനം നടക്കുന്ന ഒരു സ്കൂളാണ് നമ്മുടെ സ്കൂൾ. നമുക്കറിയാം, ഇങ്ങനെയൊക്കെ ഭൗതിക സാഹചര്യങ്ങൾ ഇല്ലെങ്കിൽ പോലും പഠനത്തിൻ്റെ കാര്യത്തിൽ, പഠനേതര പ്രവർത്തനങ്ങളുടെ കാര്യത്തിലൊക്കെ മികച്ച വിജയം നമ്മുടെ ശാസ്ത്രമേളയിലായാലും കലാമേളയിലായാലും ഒക്കെ സബ് ജില്ലാ തലത്തിലും ജില്ലാ തലത്തിലൊക്കെ നമ്മൾ വിജയിച്ച് പോരുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളിലും പഠനത്തിലുമൊക്കെ മികച്ച വിജയം നേടുന്ന ഈ സ്കൂളാണ്.
അതിൻ്റെ കെട്ടിടം കൂടി വരുന്നതോടുകൂടി നമ്മളുടെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അധ്യാപകർ കുട്ടികളെ, താൻ പഠിപ്പിക്കുന്ന കുട്ടികളെ പഠിപ്പിച്ച് അവരെ നല്ല രീതിയിൽ വിജയിപ്പിച്ചെടുക്കാനുള്ള നല്ല ശ്രമം എല്ലാ അധ്യാപകരുടെ ഭാഗത്തുനിന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ശമ്പളത്തിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ വർധനവ് വരുത്തണമെങ്കിൽ, ഇതിലേക്ക് നിലനിന്ന് പോകണമെങ്കിൽ നിങ്ങളുടെ ചെറിയ സഹായം ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷരീഫയെ ക്ഷണിക്കും. മാന്യവേദിക്കും സദസ്സിനും നമസ്കാരം. എനിക്ക് മുന്നേ സംസാരിച്ചവരൊക്കെ സൂചിപ്പിച്ചു, വിശദമായിട്ട് തന്നെ പറഞ്ഞു, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വന്ന മാറ്റങ്ങൾ പണ്ട് കാലത്തുള്ള ഒരു രീതിയിൽ നിന്നും ഒരുപാട് എടുത്തു പറയേണ്ട രീതിയിലേക്കുള്ള മാറ്റം നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായാലും അതുപോലെ നമ്മുടെ നാട്ടിലെ വികസന കാര്യങ്ങൾ, നമ്മളെ സ്കൂളിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിച്ച ക്ലബ്ബുകൾ, അതുപോലെയുള്ള പല വിഭാഗങ്ങളിലുള്ള മനുഷ്യസ്നേഹികൾ എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം മൂലമാണ് നമ്മൾ ഇന്നീ കാണുന്ന പുരോഗതിയിലേക്ക് നമ്മുടെ സ്കൂൾ എത്തിയത്. ഇപ്പോൾ തീർച്ചയായിട്ടും 100-ൽ പരം 150-ൽ പരം കുട്ടികൾ പുതിയ അഡ്മിഷന് വേണ്ടി ഇവിടെ വന്നപ്പോൾ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. കാരണം പ്രൈവറ്റ് സ്കൂളുകളിലേക്കാണ് ഒട്ടുമിക്ക ആൾക്കാരും പെട്ടെന്ന് പോകുക എന്നുള്ളൊരു ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആ ധാരണ കുറച്ച് കാലങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ ടീച്ചേഴ്സിനെയാണ് പ്രത്യേകിച്ച് അഭിനന്ദിക്കേണ്ടത്. അവർ നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുപാട് സ്നേഹവും കെയറും കൊടുത്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികളെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൂടാതെ തന്നെ നമ്മളെ കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടി, അവർക്ക് വേണ്ടി സമ്മാനങ്ങൾ നൽകിയ ചലഞ്ചസ് യുണൈറ്റഡ് ക്ലബിനും അതുപോലെയുള്ള ക്ലബ്ബുകൾക്കും ഇതിന് ഇന്നത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ഇതിൽ പ്രവർത്തിച്ച, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. അതിലുപരിയായിട്ട് അക്ഷരത്തിൻ്റെ മുറ്റത്തേക്ക് കാലെടുത്ത് വെച്ച പിഞ്ചോമന മക്കൾക്ക് എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നു. നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് ഈ കുഞ്ഞുങ്ങളോട് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. അടുത്തതായി നമ്മളെ മുഴുവൻ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും എടപ്പാൾ ഹോസ്പിറ്റലിൻ്റെ വക മധുരം നൽകുന്നുണ്ട്. അത് കഴിഞ്ഞ 2-ാം തീയതി നടന്ന പ്രവേശനോത്സവത്തിനും എല്ലാ കുട്ടികൾക്കും ഇതുപോലെ മധുരം നൽകിയിരുന്നു. ആ മധുര എടപ്പാൾ ഹോസ്പിറ്റലിൻ്റെ വകയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി PTA വൈസ് പ്രസിഡന്റ് PP അനീഷിനെ ക്ഷണിക്കും. നിരവധി വർഷങ്ങളായി പ്രവേശനോത്സവത്തിൻ്റെ മധുരം നുണയാൻ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി മധുര പലഹാരങ്ങൾ എത്തിക്കുന്നത് എടപ്പാൾ ഹോസ്പിറ്റൽസ് പ്രൈവറ്റ് ലിമിറ്റഡാണ്. ദീർഘകാലം അതിൻ്റെ ചുമതലക്കാരനായി പ്രവർത്തിച്ച ശ്രീ ഏട്ടൻ സുഗതത്തെ നന്ദിയോടെ അനുസ്മരിക്കുകയാണ് ഈ നിമിഷത്തിൽ. അതിനുശേഷം PTA-യുടെയും വെൽഫെയർ കമ്മിറ്റിയുടെയൊക്കെ ഉത്സാഹത്തോടുകൂടി എടപ്പാൾ ഹോസ്പിറ്റലിൻ്റെ സഹകരണത്തോടെയാണ് ഈ മധുര പലഹാര വിതരണം വർഷങ്ങളായിട്ട് നടന്നു വരുന്നത്. അതിന് പ്രത്യേകം നന്ദി അറിയിക്കുക. പ്രധാനപ്പെട്ട ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. യുണൈറ്റഡ് ചാലഞ്ചേഴ്സ് ക്ലബിൻ്റെ വകയായി മുഴുവൻ കുട്ടികൾക്കും 150 കുട്ടികൾക്കും നവാഗതർക്കും നിലവിലുള്ള UKG കുട്ടികൾക്കും എല്ലാവർക്കും ഇന്ന് സന്തോഷകരമായ ഒരു ദിവസമായി സമ്മാനപ്പൊതി, പഠനം തുടങ്ങാൻ വേണ്ട സമ്മാനം പൊതിയിലുള്ളത്, അവർക്ക് എഴുതാനുള്ള പേന, പെൻസില്, ക്രയോണ്, കളറിംഗ് ബുക്ക്, ഇങ്ങനെയുള്ള നല്ലൊരു കിറ്റാണ് യുണൈറ്റഡ് ചലഞ്ചേഴ്സ് ക്ലബ്ബ് നൽകുന്നത്. ആ ക്ലബിൻ്റെ പേരിൽ തന്നെ ഉണ്ട് വെൽഫെയർ എന്നും കൂടി. അതായത് സാമൂഹ്യ ക്ഷേമം ലക്ഷ്യമാക്കി നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു ക്ലബ്ബാണ് യുണൈറ്റഡ് ചാലഞ്ചേഴ്സ് ക്ലബ്ബ്. അവർ ഒട്ടേറെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ പ്രദേശത്തെ കുട്ടികൾക്ക് അക്ഷരാഭ്യാസം തുടങ്ങുന്ന ഈ ദിവസം നല്ലൊരു സമ്മാനം കൊടുത്തുകൊണ്ട് തുടങ്ങാൻ അവരെടുത്ത തീരുമാനത്തെ അഭിനന്ദിക്കുന്നു, നന്ദി പറയുന്നു. ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ക്ലബിൻ്റെ ഭാരവാഹിയായ അഷ്കർ
ശ്രീ അഷ്കറിന് സ്വാഗതം. അദ്ദേഹം കുട്ടികൾക്ക് സമ്മാനപ്പൊതി നൽകി ഉദ്ഘാടനം ചെയ്യുന്നു. പ്രസിഡന്റും PTA ഭാരവാഹിയുമായ ശ്രീ M. മുസ്തഫ അദ്ദേഹവും കുട്ടികൾക്ക് സമ്മാന കിറ്റ് നൽകുകയാണ്. നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ PTA പ്രസിഡന്റ് ഇത് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ് മുസ്തഫ, പ്രധാനാധ്യാപിക, സ്റ്റാഫ് സെക്രട്ടറി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ, PTA കമ്മിറ്റി ഭാരവാഹികൾ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുട്ടികളെ, വളരെ പ്രാധാന്യത്തോടെയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ നമ്മുടെ സ്കൂളിൽ സംഘടിപ്പിക്കപ്പെടുന്നത്. പ്രവേശനോത്സവം എന്നത് യഥാർത്ഥ ഉത്സവത്തിൻ്റെ പ്രതീതിയിലാണ് നമ്മൾ നടത്തുന്നത്. അത് നമ്മുടെ ഈ വേദി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിലാണ്. കാരണം നമ്മുടെ ഇന്നത്തെ ഈ വേദിയുടെ വലിയൊരു പ്രത്യേകത നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ, വട്ടംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ അധ്യക്ഷന്മാർ 2 പേരും നിലവിൽ ഇപ്പോഴുള്ള പ്രസിഡന്റും ഉൾപ്പെടെ 3 അധ്യക്ഷന്മാരാണ് ഈ പ്രവേശനോത്സവത്തിൽ ഇപ്പോൾ പങ്കെടുത്ത് കഴിഞ്ഞത്. അതുതന്നെ നമ്മുടെ വിദ്യാലയത്തിൻ്റെ പ്രാധാന്യം വിളിച്ചറിയിക്കുന്നതാണ്. അതോടൊപ്പം ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു, പ്രതിസന്ധികൾ നിറഞ്ഞൊരു കാലത്തിലൂടെ നമ്മൾ കടന്നുപോയി. എല്ലാ പ്രതിസന്ധി കാലത്തും PTA കമ്മിറ്റിയും അധ്യാപകരും രക്ഷിതാക്കളും ഒറ്റക്കെട്ടായി ഒരുമിച്ച് ചേർന്ന് നിന്നു എന്ന പ്രത്യേകത നമ്മുടെ ഈ വിദ്യാലയത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വലിയ ഒരു മാറ്റത്തിലേക്ക്, വരും കാലത്ത് വലിയൊരു മാറ്റത്തിലേക്ക് നടന്നു നീങ്ങുന്നു എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ വേണ്ടി കഴിയും. അപ്പോൾ ആ രീതിയിൽ വലിയ വികസന സ്വപ്നങ്ങൾ പൂവണിയുന്ന രീതിയിൽ, വലിയ സൗകര്യത്തോടു കൂടിയുള്ള ക്ലാസ് മുറികൾ ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മുടെ ഈ വിദ്യാലയം മാറ്റപ്പെടുകയാണ്. അങ്ങനെ മാറുമ്പോൾ PTA ആണ് നമ്മുടെ ഈ LKG UKG ക്ലാസ്സുകൾ നടത്തുന്നത് എങ്കിലും അതുകൂടി ഈ മാറ്റത്തിൻ്റെ ഭാഗമായി വരാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ PTയുടെയും ഒക്കെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഈ പുതിയ സ്കൂൾ സ്ഥാപനം നിലവിൽ വരുന്നതോടൊപ്പം LKG UKG കുട്ടികൾക്ക് അവരുടെ കളിസ്ഥലങ്ങളും അവർക്ക് വ്യത്യസ്തമായ സൗകര്യങ്ങളോടും കൂടിയ ഒരു പ്രത്യേക സംവിധാനം ഒരുങ്ങണം എന്നൊരാഗ്രഹമാണ് മാനേജ്മെൻറ്റിനും അതുപോലെ തന്നെ ഈ PTAക്കും രക്ഷിതാക്കൾക്കും ഒക്കെ ഉള്ളത്. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ നാളുകളിൽ പൂവണിയും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും വിദ്യാഭ്യാസം എന്ന് പറയുന്നതിൻ്റെ ആ ഒരു അളവും നിലവാരവും ഉയർന്നുയർന്നു പോവേണ്ടതുണ്ട്. വരും കാലത്ത് നമുക്ക് വിദ്യാസമ്പന്നമായ ഒരു സമൂഹത്തിന് മാത്രമേ ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കൂ എന്നൊരു സാഹചര്യത്തിലാണ് നമ്മുടെ സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുതിയ കാലത്ത് ഇത്തരത്തിലുള്ള ഒരു വേദിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരും ഇവിടെ വന്നു ചേർന്നവരുമായിട്ടുള്ള മുഴുവൻ ആളുകളെയും പുതിയ വിദ്യാരംഭത്തിന് തുടക്കം കുറിക്കുന്ന ചലഞ്ചേഴ്സ് യുണൈറ്റഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് വെൽഫെയർ ക്ലബിൻ്റെ ഭാരവാഹിയായിട്ടുള്ള അഷ്കറിനെ ക്ഷണിക്കുക. ഏറ്റവും സ്നേഹം നിറഞ്ഞ വേദിയിലിരിക്കുന്ന PTA പ്രസിഡന്റ് MA നവാബു, മിസ്റ്റർ സജുമാഷ്, മറ്റു രാഷ്ട്രീയ പ്രമുഖ വ്യക്തികൾ, അതേപോലെ തന്നെ രക്ഷിതാക്കൾ, കുട്ടികൾ, നമ്മുടെ ക്ലബിൻ്റെ മെമ്പർമാർ, എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. നമുക്ക് കഴിഞ്ഞ 2008 തുടങ്ങിയതാണ് നമ്മുടെ ക്ലബ്ബ്. നിരന്തരം നമ്മൾ വെൽഫെയർ ആയിട്ടും മറ്റുള്ള പ്രവർത്തനങ്ങളായിട്ടും മുന്നോട്ട് പോകുന്ന ഒരു ക്ലബ്ബാണ്. അപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ സാധനം കൊടുത്തുകൊണ്ടിരിക്കുന്നത് GJBS സ്കൂളിൽ നമുക്ക് പഠനോപകരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കുട്ടികൾക്കുള്ള ഉപകരണങ്ങൾ കൊടുത്തു. അതേപോലെ തന്നെ ഇന്നലെ അങ്കണവാടി കുട്ടികൾക്ക് നമ്മൾ കൊടുത്തു. അതേപോലെ തന്നെ ഇന്ന് പ്രീ പ്രൈമറി സ്കൂളിൽ, വട്ടംകുളം സ്കൂൾ, നമ്മൾ പഠിച്ച സ്കൂൾ തന്നെയാണ്, ഇവിടെ ഇങ്ങനെ കൊടുക്കാനൊരു അവസരം കിട്ടിയത് വളരെ സന്തോഷമുണ്ട്. ഇതിന് പ്രയത്നിച്ച നമ്മുടെ ക്ലബിൻ്റെ മെമ്പർമാരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. ഇതിന് ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആളുകളുണ്ട്. നമുക്കിതിന് ഫണ്ട് ശേഖരിച്ച, പേര് പറയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തിക്കൊണ്ട് നമ്മുടെ ക്ലബിൻ്റെ യുവ ഗായകനുണ്ട്, നമ്മുടെ വട്ടംകുളം
പല വേദികളിലായിട്ട് പാടുന്ന നമ്മുടെ ഗഫൂർ വട്ടംകുളത്തിന് രണ്ട് സോങ് പാടാനായിട്ട് ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. നമ്മുടെ ക്ലബിൻ്റെ മെമ്പറാണ്. അപ്പോൾ ഗഫൂറിനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് ഒരു മഹോത്സവമാക്കിയത്. എല്ലാവർക്കും നന്ദി ഒറ്റവാക്കിൽ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഒരു പാട്ടായാലോ? എല്ലാവർക്കും ഇഷ്ടമല്ലേ? അല്ലേ? നല്ല മെഡിക്കലായിട്ടുണ്ട് കേട്ടാ. എന്നൊക്കെ പോലെ വരണം കേട്ടാ. കരച്ചിലൊന്നും പാടില്ല. നമ്മളെ വീട്ടിൽ പോലെ തന്നെ ഇവിടെ ടീച്ചർമാർ പാട്ട് പാടാൻ, കഥ പറയാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും, പഠിപ്പിക്കും. എല്ലാം ഇഷ്ടമായില്ലേ? എല്ലാവരും നല്ല ഉറക്കെ പറഞ്ഞേ. താങ്ക് യു. അപ്പോൾ ഒരു പാട്ട് പാടാണ്. ഒന്നും എൻ്റെ ഓർമ്മകൾ ഓടിവരും നൊമ്പരമനുരാഗ സുന്ദരം അതിരൂപഗോപുരം ഈ ജീവിതാമൃതം ഈ കലാലയം. എന്നും എൻ്റെ ഓർമ്മകൾ ഓടിവരും നൊമ്പരമനുരാഗ സുന്ദരം അതിരൂപഗോപുരം ഈ ജീവിതാമൃതം ഈ കലാലയം. കൗമാരലോകവീതിയിൽ ഞാൻ കടന്ന നേരം കൈകൊത്തിയരികിൽ വന്നു നിന്ന കേളീഭവനം ഈ കലാലയം എൻ്റെ ജീവിതാമൃതം ഈ കലാലയം എൻ്റെ ജീവിതാമൃതം. താങ്ക് യു. ഒരു സദസ്സിലാണ് ഇവിടെ ഇരിക്കുന്നത്. കാരണം ഒന്നാമത് എടുത്തു പറയേണ്ടത് നമ്മുടെ സ്കൂള് നല്ല അടിപൊളി കെട്ടിടമാവാൻ പോവുകയാണ് എന്നുള്ള ഒരൊറ്റ കാരണം തന്നെ. കാരണം കഴിഞ്ഞ വർഷമോ അതിൻ്റെ മുന്നത്തെ വർഷങ്ങളിലൊക്കെ നമ്മുടെ കുട്ടികൾ വൈകിട്ട് സ്കൂളിൽ വരുമ്പോൾ തന്നെ യൂണിഫോമിലാകെ ചളിയും മണ്ണും മക്കൾക്ക് അലർജിയും പൊടിയും അതൊക്കെ മാറി നല്ലൊരു ഹൈടെക് സ്കൂള്, വട്ടംകുളത്തിൻ്റെ അഭിമാനമായ നമ്മുടെ എന്നും നിലനിൽക്കുന്ന സ്കൂള് നന്നായി എല്ലാ മക്കളും നല്ല ക്ലാസ്സുകളിലും പഠിച്ച് ഇനിയുള്ള ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ ഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ. ഈ അവസരത്തിൽ നമ്മുടെ പ്രവേശനോത്സവത്തിൽ വന്ന എല്ലാ രക്ഷിതാക്കൾക്കും കുഞ്ഞുമക്കൾക്കും എൻ്റെ എല്ലാവിധ ആശംസയും അറിയിക്കുന്നു. നന്ദി. അടുത്തായി സംസാരിക്കുന്നതിന് വേണ്ടി PTA മെമ്പറായിട്ടുള്ള സുനിലിനെ ക്ഷണിക്കും. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. കുഞ്ഞുമക്കളുടെ പുതിയ അധ്യയന വർഷത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടന സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി പറയുന്നതിന് വേണ്ടി സ്റ്റാഫ് സെക്രട്ടറി സജിമാഷെ ക്ഷണിക്കും. ഉള്ളൊരു സമ്മാനം യാഥാർത്ഥ്യമാക്കിയ നമ്മുടെ വട്ടംകുളത്തെ പ്രധാനപ്പെട്ട ഒരു ക്ലബ്ബായ ചലഞ്ച് യുണൈറ്റഡ് ക്ലബിനോടും അതിൻ്റെ ഭാരവാഹികളോടും ഞങ്ങൾക്ക് അതിയായ നന്ദിയുണ്ട്. അത് അവരോട് പ്രത്യേകം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ക്ലാസ് റൂമും സ്കൂളും ഇത്ര ഗമനീയമായി അണിയിച്ചു ഒരുക്കുന്നതിനും കുട്ടികൾക്ക് വേണ്ട ഒരുപാട് തൊപ്പി, ബലൂണ്, അതുപോലെ അവർക്കുള്ള പൂക്കള് ഇതൊക്കെ ഒരുക്കാൻ നമ്മുടെ പ്രീ പ്രൈമറിയിലെ അധ്യാപികമാർ ശ്രീജ ടീച്ചറുടെ നേതൃത്വത്തിൽ അവർ 7 പേരും ദിവസങ്ങളായി വലിയ കഠിനാധ്വാനമാണ് നടത്തിയിട്ടുള്ളത്. അവരോട് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ പേരെടുത്ത് പറയാൻ തുടങ്ങിയാൽ ഒരുപാടുണ്ട്. കുറേ അമ്മമാർ, പ്രത്യേകിച്ച് നമ്മുടെ മാതൃസമിതിയിലുള്ള അജിത, ശ്രീജ, ഇവരൊക്കെ സ്കൂളിൻ്റെ ഏത് കാര്യത്തിനും ഞങ്ങളോടൊപ്പം മുന്നിട്ടിറങ്ങി ഈ മുന്നൊരുക്കങ്ങൾ സദാസമയം ഉണ്ടായിരുന്ന അവരെ പ്രത്യേക ഈ അവസരത്തിൽ ഓർക്കുകയാണ്, നന്ദി പറയുകയാണ്. അതുപോലെ നമ്മുടെ PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ മെയ് 15-ാം തീയതി മുതൽക്ക് അവര് സ്കൂളിൻ്റെ റീഓപ്പണിങ്ങുമായി തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളിലും എല്ലാ മെമ്പർമാരും ഇടയ്ക്കിടെ ഇവിടെ വരും, കാര്യങ്ങൾ അന്വേഷിക്കും, വേണ്ട സഹായങ്ങൾ ചെയ്യും. മുന്നൊരുക്കങ്ങളിൽ ഞങ്ങളോടൊപ്പം ഉണ്ട്. PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അവരോടും മാതൃസമിതി കമ്മിറ്റിയോടൊക്കെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന്
എത്തിച്ചേരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എന്തോ അസൗകര്യം നേരിട്ട് സ്കൂളിൻ്റെ മാനേജർമാർ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അവരുടെയും നല്ല സഹകരണമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. എന്താവശ്യം പറഞ്ഞാലും അത് നിറവേറ്റി തരുന്നുണ്ട്. അവരോടും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇന്ന് ഈ പ്രവേശനോത്സവത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ച പ്രിയപ്പെട്ട PTA പ്രസിഡന്റ് ശ്രീ MA നവാബ്, ഉദ്ഘാടനം നിർവഹിച്ച മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ശ്രീ M മുസ്തഫ, മുഖ്യാതിഥിയായ ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ MA നജീബ്, ഇവരൊക്കെ ഏത് കാര്യത്തിലും കൈത്താങ്ങായി നമ്മളോടൊപ്പമുള്ള ആളുകളാണ്. അവരിന്ന് ഈ പരിപാടിക്ക് ക്ഷണിച്ച് എല്ലാവരും എത്തിച്ചേർന്നു. അത് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ PTA വൈസ് പ്രസിഡന്റ് ശ്രീ അനീഷ്, മാതൃസമിതി പ്രസിഡന്റ് അജിത സജി, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഷെരീഫ, PTA എക്സിക്യൂട്ടീവ് അംഗം ശ്രീ സുനിൽ NS, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മജീദ് തുടങ്ങി ഈ യോഗത്തിൽ പങ്കെടുത്ത വെൽഫെയർ കമ്മിറ്റി ഭാരവാഹികൾ, അംഗങ്ങൾ, ചാലഞ്ചേഴ്സ് യുണൈറ്റഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഭാരവാഹി ശ്രീ അഷ്കർ തുടങ്ങി ഈ യോഗത്തിൽ സംബന്ധിച്ച എല്ലാവർക്കും CPNUP സ്കൂളിൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഈ യോഗത്തിൽ സംബന്ധിച്ച ക്ലബ് അംഗങ്ങളായ കുട്ടികൾ, പാട്ട് പാടിയ നമ്മുടെ ഗഫൂറിന് സ്പെഷ്യൽ താങ്ക്സ്. അതുപോലെ അമ്മമാർ, രക്ഷിതാക്കൾ, ക്ലബ് മെമ്പർമാർ, നാട്ടുകാർ എല്ലാവർക്കും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇതിത്ര മനോഹരമാക്കാൻ ആരുടെയൊക്കെ ശ്രമം ഉണ്ടായിട്ട് നമുക്ക് മുഴുവൻ പേരെടുത്ത് പറയാൻ കഴിയില്ല. ഒരുപാട് ആളുകൾ പല വിധത്തിൽ സഹായിച്ചിട്ട് എല്ലാവരോടും വലിയ നന്ദിയുണ്ട്. നന്ദി. ഒരു സമ്മാനം യാഥാർത്ഥ്യമാക്കിയ നമ്മുടെ വട്ടംകുളത്തെ പ്രധാനപ്പെട്ട ഒരു ക്ലബായ ചലഞ്ചേഴ്സ് യുണൈറ്റഡ് ക്ലബിനോടും അതിൻ്റെ ഭാരവാഹികളോടും ഞങ്ങൾക്ക് അതിയായ നന്ദിയുണ്ട്. അത് അവരോട് പ്രത്യേകം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ക്ലാസ് റൂമും സ്കൂളും ഇത്ര ഗമനീയമായി അണിയിച്ച് ഒരുക്കുന്നതിനും കുട്ടികൾക്ക് വേണ്ട ഒരുപാട് തൊപ്പി, ബലൂണ്, അതുപോലെ അവർക്കുള്ള പൂക്കള്, ഇതൊക്കെ ഒരുക്കാൻ നമ്മുടെ പ്രീ പ്രൈമറിയിലെ അധ്യാപികമാർ, ശ്രീജ ടീച്ചറുടെ നേതൃത്വത്തിൽ അവർ 7 പേരും ദിവസങ്ങളായി
വലിയ കഠിനാധ്വാനമാണ് നടത്തിയിട്ടുള്ളത്. അവരോട് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ പേരെടുത്ത് പറയാൻ തുടങ്ങിയാൽ ഒരുപാടുണ്ട്. കുറേ അമ്മമാർ, പ്രത്യേകിച്ച് നമ്മുടെ മാതൃസമിതിയിലുള്ള അജിത, ശ്രീജ, ഇവരൊക്കെ സ്കൂളിൻ്റെ ഏത് കാര്യത്തിനും ഞങ്ങളോടൊപ്പം മുന്നിട്ടിറങ്ങി ഈ മുന്നൊരുക്കങ്ങൾ സദാസമയം ഉണ്ടായിരുന്ന അവരെ പ്രത്യേക ഈ അവസരത്തിൽ ഓർക്കുകയാണ്, നന്ദി പറയുകയാണ്. അതുപോലെ നമ്മുടെ PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ മെയ് 15-ാം തീയതി മുതൽക്ക് അവര് സ്കൂളിന്റെ റീഓപ്പണിങ്ങുമായി, തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളിലും എല്ലാ മെമ്പർമാരും ഇടയ്ക്കിടെ വരും, കാര്യങ്ങൾ അന്വേഷിക്കും, വേണ്ട സഹായങ്ങൾ ചെയ്യും. മുന്നൊരുക്കങ്ങളിൽ ഞങ്ങളോടൊപ്പമുണ്ട്. PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അവരോടും മാതൃസമിതി കമ്മിറ്റിയോടൊക്കെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് എത്തിച്ചേരാമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ എത്തിക്കാൻ എന്തോ സൗകര്യം നേരിട്ട് സ്കൂളിൻ്റെ മാനേജർമാർ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അവരുടെയും നല്ല സഹകരണമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. എന്താവശ്യം പറഞ്ഞാലും അത് നിറവേറ്റി തരുന്നുണ്ട്. അവരോടും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇന്ന് ഈ പ്രവേശനോത്സവത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ച പ്രിയപ്പെട്ട PTA പ്രസിഡന്റ് ശ്രീ MA നവാബ്, ഉദ്ഘാടനം നിർവഹിച്ച മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ശ്രീ M മുസ്തഫ, മുഖ്യാതിഥിയായ ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ MA നജീബ്, ഇവരൊക്കെ ഏത് കാര്യത്തിലും കൈത്താങ്ങായി നമ്മളോടൊപ്പമുള്ള ആളുകളാണ്. അവരിന്ന് ഈ പരിപാടിക്ക് ക്ഷണിച്ച് എല്ലാവരും എത്തിച്ചേർന്നു. അത് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ PTA വൈസ് പ്രസിഡന്റ് ശ്രീ അനീഷ്, മാതൃസമിതി പ്രസിഡന്റ് അജിത സജി, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ ഷെരീഫ, PTA എക്സിക്യൂട്ടീവ് അംഗം ശ്രീ സുനിൽ NS, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മജീദ് തുടങ്ങി ഈ യോഗത്തിൽ പങ്കെടുത്ത വെൽഫെയർ കമ്മിറ്റി ഭാരവാഹികൾ, അംഗങ്ങൾ, ചാലഞ്ചേഴ്സ് യുണൈറ്റഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഭാരവാഹി ശ്രീ അഷ്കർ തുടങ്ങി ഈ യോഗത്തിൽ സംബന്ധിച്ച എല്ലാവർക്കും CPLUP സ്കൂളിൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഈ യോഗത്തിൽ സംബന്ധിച്ച ക്ലബ് അംഗങ്ങളായ കുട്ടികൾ, പാട്ടുപാടിയ നമ്മുടെ ഗഫൂറിന് സ്പെഷ്യൽ താങ്ക്സ്. അതുപോലെ അമ്മമാർ, രക്ഷിതാക്കൾ, ക്ലബ് മെമ്പർമാർ, നാട്ടുകാർ, എല്ലാവർക്കും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇതിത്ര മനോഹരമാക്കാൻ ആരുടെയൊക്കെ ശ്രമം ഉണ്ടായിട്ട് നമുക്ക് മുഴുവൻ പേരെടുത്ത് പറയാൻ കഴിയില്ല. ഒരുപാട് ആളുകൾ പല വിധത്തിൽ സഹായിച്ചിട്ട് എല്ലാവരോടും വലിയ നന്ദിയുണ്ട്. നന്ദി. ഇതിൻ്റെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഷീജ ടീച്ചർ പറയും.